മുംബൈ BMC തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലേക്കാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വോട്ടെടുപ്പ് ദിവസം മുതൽക്ക് തന്നെ വൻ അട്ടിമറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുംബൈയിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടുവെന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വോട്ടർ പട്ടികയിലെ വ്യാപകമായ അപാകതകൾ മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്ന മഷി വിവാദം വരെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് വോട്ട് ചെയ്യാനാവാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയും അതിനുശേഷം വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് മനസ്സിലാക്കി മടങ്ങിപ്പോകേണ്ടുന്ന അവസ്ഥയും ജനങ്ങൾക്കുണ്ടായി. SAR പ്രക്രിയയുടെ ഭാഗമായി ആയിരക്കണക്കിന് വോട്ടർമാരുടെ പേരുകളാണ് പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടത്. പ്രതിപക്ഷ പാർട്ടികൾക്ക് ശക്തമായ സ്വാധീനമുള്ള മേഖലകളിൽ നിന്ന് വോട്ടർമാരെ ബോധപൂർവം ഒഴിവാക്കാനുള്ള ആസൂത്രിതമായ തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത് അടക്കം ആരോപണം ഉന്നയിച്ചു. വോട്ടർ ID കൈവശമുണ്ടായിട്ടും വെബ്സൈറ്റിലും ആപ്പിലും ലഭിച്ച സീരിയൽ നമ്പർ പ്രകാരം ബൂത്തിൽ ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു വ്യക്തിയുടെ പേരോ ലിംഗവ്യത്യാസമോ ആണ് രേഖപ്പെടുത്തിയിരുന്ന വെളിപ്പെടുത്തലുമായി വോട്ടർമാർ വരെ രംഗത്തെത്തിയിരുന്നു. വർഷങ്ങളായി ഒരേ സ്ഥലത്ത് തന്നെ സ്ഥിരതാമസക്കാരായ പല ആളുകളും ഒരു ബൂത്തിൽ നിന്നും മറ്റൊരു ബൂത്തിലേക്ക് അധികൃതർ തിരിച്ചയച്ചതിനെ തുടർന്ന് വോട്ട് ചെയ്യാനാവാതെ മടങ്ങേണ്ടി വന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഇതിനിടെ വോട്ടർമാരുടെ പേര് കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ BJPയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ഉപയോഗിച്ചതായുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് പകരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആപ്പിനെ ആശ്രയിക്കുന്നത് തെരഞ്ഞെടുപ്പ് സുതാര്യതയെ പൂർണ്ണമായും തകർക്കുമെന്ന് സുപ്രിയ സുലെ ചൂണ്ടിക്കാട്ടി. കൂടാതെ വോട്ട് ചെയ്തതിനു ശേഷം പുരട്ടുന്ന മഷിയുടെ കാര്യത്തിലും കൃത്രിമം നടന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മായാത്ത മഷിക്ക് പകരം ഇത്തവണ സാധാരണ മാർക്കറുകളാണ് ഉപയോഗിച്ചതെന്നും ഇത് സാനിറ്റൈസർ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മായ്ക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് വീഡിയോ സഹിതം തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. വോട്ട് മോഷ്ടിക്കുന്നത് രാജ്യവിരുദ്ധമായ പ്രവൃത്തിയാണെന്നും കമ്മീഷൻ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ഇതിനോട് പ്രതികരിച്ചു. മഷിയിലെ രാസവസ്തുക്കളുടെ അളവ് പരിശോധിക്കുമെന്നും സിൽവർ നൈട്രേറ്റിന്റെ അളവിൽ കുറവുണ്ടായോ എന്ന് അന്വേഷിക്കുമെന്നും ഇതോടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമ്മതിക്കേണ്ടി വന്നു. വോട്ടെടുപ്പ് നടപടികൾ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ BMC കമ്മീഷണർ ഭൂഷൺ ഗഗ്രാണി ഭരണകക്ഷി നേതാക്കളുമായും പ്രമുഖ ബിൽഡർമാരുമായും രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കൂടാതെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ ചട്ടങ്ങൾ ലംഘിച്ച് ചാനലുകൾ എക്സിറ്റ് പോളുകൾ സംപ്രേഷണം ചെയ്തത് വോട്ടർമാരെ സ്വാധീനിക്കാനാണെന്നും സഞ്ജയ് റാവുത്ത് കുറ്റപ്പെടുത്തി. പലയിടങ്ങളിലും വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യുന്നതിന്റെയും രാഷ്ട്രീയ പ്രചാരണം നടത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ വാർത്തയോടൊപ്പം ചേർക്കുന്നു, കണ്ടുനോക്കാം. നമസ്തേ. Today, all of Mumbai is casting their votes, and me being a Mumbaiker too, I too cast my vote. But I was surprised when I saw that indelible ink is not being used. So normally you use indelible ink, which is ink which by definition cannot basically be erased easily. But this time they were using markers instead of the ink, and I was surprised. We did escalate it. We did complain to the Election Commission on behalf of the Aam Aadmi Party. But very interestingly, we started getting reports that nail paint remover can easily remove this. So we are just going to do an experiment. This is the nail paint remover, and with just a few strokes, here you can see, as you can see, with just a few strokes the ink is completely removed. तो जैसे कि आपको पता है कि आज पूरे मुंबई में मुंबईकर वोट कर रहे हैं BMC इलेक्शन के लिए, लेकिन जैसे कि हमने बताया कि केवल कुछ नेल पॉलिश रिमूवर से एसीटोन से ये निकाला जा रहा है, और अपने आप में ये बहुत बड़ा मुद्दा है कि इलेक्शन कमीशन ये क्यों डिविएट कर रही है, जब स्टैंडर्ड इंडेलिबल इंक जो गवर्नमेंट द्वारा मैन्युफैक्चर की जाती है वही उसी का इस्तेमाल होता है. तो यहाँ पे वो क्यों मार्कर का इस्तेमाल कर रहे थे? आम आदमी पार्टी की तरफ से हमने इसका औपचारिक रूप से कंप्लेंट किया है, और हम इसे लॉजिकल कंक्लूजन तक ले जाएंगे, लेकिन ये लोकतंत्र के लिए घातक है. बहुत बहुत धन्यवाद. पुन्हा बघू शकतो आपण या खालच्या माळ्यावर आलोय. जवळजवळ सगळीकडेच यांच्या पैशाचा जो पाऊस आहे तो यांनी प्रचंड पाऊस पैशाचा या ठिकाणी पाडलेला आहे. आणि इथे आता नागरिकच स्वतः आम्हाला बोलवून इथे सांगतायत, कारण ते पण आता खूप घाबरलेले अवस्थेमध्ये आहेत. हे बघा, अशा प्रकारे हा पैसा इथे वाटला जातोय. हे खोला मैडम. हाँ, ये नाम पढ़ सकते हो? क्या नाम है ये? किसने पैसे दिए आप बता सकते हो? बताओ, आप डरिए ना, बताओ. मुझे नहीं पता.
था, ऊपर रहते थे पहले, मगर उसका नाम नहीं मालूम मुझे। हमारे बिल्डिंग में रहते लेकिन ये किस पक्ष का है ये चिन्ह? ये कोमल का है, कमल मतलब कोणता पक्ष आहे मालूम आहे? बीजेपी। बरोबर. तर अशा प्रकारे इथे नाव घ्यायला पण नागरिक म्हणजे बघा इथे कसं करून ठेवलंय, पैसाही वाटायचा आहे आणि शिवाय नागरिकांच्या मनावर अशा प्रकारे दहशत निर्माण करायची आहे. अजून जो भी आपका दिखा दो. पुढच्या घरात आलो आपण. बघा अशा प्रकारे मस्त रबर बँड वगैरे बांधून नाम भी लिखा है की आपका नाम भी लिखा है. नाव पण या ठिकाणी जे लिहिलेलं आहे आणि प्रॉपर त्याच्यात मॅडम खोलिए कितना पैसा है क्या? खोलिए ना. ये आपने पैसे निकाल लिए पहले? नहीं, हाँ तो खोलिए, चिंता मत कीजिए, आप खोलिए. हे बघा हे अशा प्रकारे इथे पण पैशाचा जोरदार पाऊस आपल्याला बघायला मिळतोय. ही आहे आपली 2026 ची अशी निवडणूक ज्या ठिकाणी फक्त पैशाच्या बळावर आपण बघू शकतोय की प्रचंड प्रमाणावर पैसा वाटप करून मतदान. असं खोलायचंय का? हा खोला. हे पण पाहिजे. ते दाखवा. असं मागे.